ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സൊമാറ്റോയിൽ ഡ്രോപ്പ് ഇൻസെൻറ്റീവ് ആണ്. ഇന്ന് നമ്മൾക്ക് എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഡ്രോപ്പ് ഇൻസെൻറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓർഡറിനും പ്രത്യേകം ഇൻസെൻറ്റീവ് ആണ്. അല്ല, സാധാരണഗതിയിൽ നമുക്ക് 22 ഓർഡർ 23 ഓർഡറൊക്കെ എടുത്താലാണ് നമുക്ക് 550 600 ഇൻസെൻറ്റീവ് ആയിട്ട് കിട്ടുന്നത്. ഇന്ന് അങ്ങനത്തെ ഇൻസെൻറ്റീവ് ഇല്ല. ഓരോ ഓർഡറിനും ഇൻസെൻറ്റീവ് ആണ്. 35 രൂപ വെച്ച്, പിന്നെ 3 മണിക്ക് ശേഷം 20 രൂപ വെച്ച്, 6 മണിക്ക് ശേഷം 35 രൂപ. ഓരോ ഓർഡർ എടുക്കപ്പോഴും ആ ഓർഡറിൻ്റെ ഏണിങ്സും പിന്നെ 35 രൂപ അധികവും കിട്ടും, അല്ലെങ്കിൽ 20 രൂപ അധികവും കിട്ടും. അങ്ങനെ നമ്മൾ CNG അടിക്കാൻ കയറി. 3 കട്ടയുണ്ട്, എങ്കിലും നമ്മൾ ഇവിടെ വണ്ടി കുറവാണ് കേട്ടോ. ഇപ്പോഴും നമ്മൾ കുറവുള്ളപ്പോൾ നമ്മൾ അടിക്കണമല്ലോ. നമ്മളിതുവരെ ഓണാക്കിയില്ല. എൻ്റെ 20 കിലോമീറ്റർ പ്രത്യേകത്തെ പമ്പിൽ നിന്നാണ് അടിക്കുന്നത് കേട്ടോ. CNG അടിച്ചിട്ട് നമ്മൾ ആപ്പ് ഓൺലൈനാക്കും. അങ്ങനെ നമ്മളങ്ങനെ ആപ്പ് ഓൺലൈൻ ആക്കുവാണ്. 12:01 ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്ന് ഡ്രോപ്പ് ഇൻസെൻറ്റീവ് ആണ്, മറ്റേ ഇൻസെൻറ്റീവ് ഇല്ല. എടുക്കുന്ന ഓർഡർ അനുസരിച്ചേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഫുള്ള് കയറിയിട്ടുണ്ട് കേട്ടോ. 85 രൂപയ്ക്കാണ് നമ്മൾ CNG അടിച്ചത്. CNG 3 കട്ട ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ഈ 3 കട്ടയൊക്കെ ആപ്പം എവിടെയെങ്കിലും CNG പമ്പ് കണ്ട അപ്പോഴും ഞാൻ കയറി അടിക്കും. കാരണം ചില സമയത്ത് CNG നല്ല ക്യൂ ആയിരിക്കും കണ്ടോ. ഇന്ന് ക്യൂ കുറവാണ്. ക്യൂ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അടിക്കൂലായിരുന്നു. കാരണം നമ്മൾ ഓട്ടത്തിൻ്റെ ഇടയിൽ ഈ ക്യൂ ഇല്ലാത്തപ്പോൾ കയറി അങ്ങ് അടിക്കും. അതുകൊണ്ട് CNG അടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പാരിപ്പള്ളി പോയി കഴിഞ്ഞാൽ അവിടെ 2 പമ്പുണ്ട്, നീണ്ടാര പോയ ആ സൈഡിൽ 2 പമ്പുണ്ട്. അതുകൊണ്ട് ഓട്ടത്തിൻ്റെ ഇടയിൽ നമുക്ക് ഇഷ്ടംപോലെ അടിക്കാൻ പറ്റും. നമ്മൾ ആദ്യത്തെ ഓർഡർ അടിച്ചത് നമുക്ക് ഹോട്ടൽ സൂര്യ എന്നാണ് കേട്ടോ. ഫുഡ് റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ ഓർഡർ 6 കിലോമീറ്ററിൻ്റെ ഓർഡറാണ്. 35 രൂപ ഡ്രോപ്പ് ഇൻസെൻറ്റീവ് ഉണ്ട്. അങ്ങനെ മദേഴ്സ് ഡേയിൽ ആദ്യത്തെ ഓർഡർ നമ്മൾ എടുത്തിരിക്കുകയാണ്. 1857 നമ്പർ കേട്ടോ. ഫ്രൈ റൈസാണ്, എഗ് ഫ്രൈ റൈസാണ് കേട്ടോ. യെസ്, നമ്മളെ വണ്ടി ഇതാ കിടക്കുന്നു. ഫ്രണ്ട്സ്, അങ്ങനെ ആദ്യത്തെ ഓർഡർ നമ്മൾ ഡെലിവറി ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 52 രൂപ, പിന്നെ 35 രൂപ ഡ്രോപ്പ് ഇൻസെൻറ്റീവ്. ഇന്ന് ഡ്രോപ്പ് മാത്രമേ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനിപ്പോൾ തൻ്റെ ചാത്തന്നൂർ മറ്റേ KSRTCയുടെ സ്റ്റാൻഡ് വന്ന് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഡെലിവറി ചെയ്ത്, പക്ഷേ ഇവിടുന്ന് ഒരു അമ്മ വീട് റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നമുക്ക് ഓർഡർ അടിച്ചാലോ? ഒരു 5 മിനിറ്റ് ഇവിടെ നിൽക്കുക അല്ലേ? ഇവിടുന്ന് അടിക്കുന്ന ഓർഡർ ലോങ് ആയിരിക്കും. ഇന്ന് നമുക്ക് മറ്റേ ഇൻസെൻറ്റീവ് ഇല്ല കേട്ടോ. സാധാരണ ഉള്ള ഇൻസെൻറ്റീവ് അതുണ്ടെങ്കിൽ പിന്നെ ലോങ് ആണ് എനിക്കിഷ്ടം. ഇപ്പം CNG എടുത്തതിന് ശേഷം എനിക്ക് ലോങ് ട്രിപ്പാണ് ഇഷ്ടം. പക്ഷേ ഇന്ന് മറ്റേ ഡ്രോപ്പ് ഇൻസെൻറ്റീവ് ഉള്ളതിനെ കൊണ്ട് ലോങ് അടിച്ചാൽ നഷ്ടമാണ്. ഓരോ ഓർഡറിനാണ് ഇൻസെൻറ്റീവ്. അന്നേരം ചെറിയ ഓർഡർ അടിച്ചാൽ നമുക്ക് കൂടുതൽ ഇൻസെൻറ്റീവ് കിട്ടും. നമ്മളവിടെ കുറച്ച് നേരം നിന്നടേ, നമുക്ക് ഓർഡർ അടിച്ചില്ല. പിന്നെ അവിടെ കുറേ നേരം ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല. നമ്മൾ നേരെ കൊല്ലത്തേക്ക് വിടുകയാണ്. നമ്മൾ നേരെ ഇനി കൊട്ടിയത്തേക്ക് വിടുകയാണ്. ഇവിടെ നിന്ന് ഓർഡർ അടിച്ചില്ലെങ്കിൽ ഇവിടെ നിന്ന് പോകും കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഓർഡർ അടിച്ചാൽ പിന്നെ യൂട്ടേൺ അടിച്ച് വരണം. അത് ചടങ്ങാണ്. ഇതെല്ലാം നമ്മൾ കൊട്ടിയത്തോട്ട് പോവുകയാണ്. രണ്ടാമത്തെ ഓർഡർ നമുക്ക് ലഞ്ച് ഹോമിൽ നിന്നാണ് അടിച്ചത് കേട്ടോ. അത് ലോങ് ട്രിപ്പാണ്, 9 കിലോമീറ്റർ ദൂരമുള്ളതാണ്. എന്തായാലും എടുക്കാം. നമ്മളിങ്ങനെ ലഞ്ച് ഹോമിലെത്തി ഗൈസ്. നമുക്ക് എങ്ങോട്ടാണെന്ന് നോക്കാം. പൂതംകുളം 10 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. പരവൂർ പൂതംകുളം. അങ്ങനെ രണ്ടാമത്തെ ഓർഡർ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, രണ്ടാമത്തെ ഓർഡർ ഡെലിവറി ചെയ്തപ്പോൾ 85 രൂപ 35 രൂപ ഡ്രോപ്പ് ഇൻസെൻറ്റീവ് ആണ്. നമ്മളിപ്പോൾ ഇങ്ങനെ പൂതക്കുളം നിൽക്കുകയാണ്. 2 ഓർഡർ ആയിട്ടേ ഉള്ളൂ കേട്ടോ. കൊല്ലത്ത് റെയിൻ സർജും ഉണ്ട്. കൊല്ലത്ത് ഓടിപ്പോയാൽ മതിയായിരുന്നു. 2 മണിയായി. 2 ഓർഡർ കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ. 3ാമത്തെ ഓർഡർ വാവ് ചൈനയിലാണ് വന്നിരിക്കുന്നത്. ടൈം എടുക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ അങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. ഇല്ല, അവരെന്നെ പറഞ്ഞ് സമയം എടുക്കുമെന്ന്. പിന്നെ നമ്മൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓർഡർ അടിച്ചു. അപ്പോഴേ തന്നെ നമുക്ക് ഓർഡർ അടിച്ചു. എവിടെ നിന്നാണ് ഓർഡർ അടിച്ചത്? ഇവിടുന്ന് തന്നെ റെയിൻ സർച്ച് ഉണ്ടായിരുന്നല്ലേ.
നമുക്ക് കിട്ടിയില്ലല്ലോ. ഗോണ്ട സ്മുച്ചോ ഇവിടെ തന്നെ. യെസ്. റെയിൻ സർജ് ആഡ് ആയിട്ടുണ്ട്. നമുക്ക് റെഡിയാണ്. പക്ഷേ റെഡിയല്ല. അവിടെ പെട്ടെന്ന് കിട്ടുമായിരിക്കും. അവിടെ 2 പാക്കറ്റ് ഇരിക്കുന്നു. ഏതാണോ നോക്കാം. അങ്ങനെ നമുക്ക് ആ സാധനം കിട്ടി. നമ്മൾ ട്രാൻസ്ഫർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അവിടെ നിന്നുകൊണ്ടിരുന്നത് തന്നെ. നമുക്ക് ഈ സാധനം പെട്ടെന്ന് തന്നെ കിട്ടി. അങ്ങനെ നമ്മൾ 3ാമത്തെ ഓർഡർ ഡെലിവറി ചെയ്യുന്നുള്ള 2:13 കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് 47 ഇട്ടിട്ടുണ്ട്. റെയിൻ സർജ് 25 രൂപ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, 25 രൂപ റെയിൻ സർജ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ 61 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. 2 ഓർഡർ കുറച്ച് അത്യാവശ്യം ലോങ് ആയിരുന്നു. 3 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തോളൂ. 61 കിലോമീറ്റർ ഓടി. നമുക്ക് കിട്ടിയിരിക്കുന്നത് 185 രൂപയാണ്. ഫ്രണ്ട്സ്, സമയം 4 മണി 4:10 ആയിട്ടുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 7 ഓർഡർ മാത്രമേ ഉള്ളൂ. 356 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ 215 രൂപ ഡ്രോപ്പിൻസിൻ്റെ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ 8ാമത്തെ ഓർഡർ എടുക്കാൻ നമ്മൾ ഫയൽവാനി വന്നിരിക്കുകയാണ്. സമയം 4:10 ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം 100 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. 3 ഘട്ടമായിട്ട് കുറഞ്ഞു. അതായത് നമ്മൾ 80 രൂപയ്ക്ക് അടിച്ചിട്ട് നമ്മൾ 20 കിലോമീറ്റർ കുറച്ചായി 100. 80 രൂപ 80 തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് 3 ഘട്ടം അങ്ങോട്ട് ആയിട്ടേ ഉള്ളൂ. കുറച്ചും കൂടെ ഓടിയാലേ. അപ്പോൾ നമുക്ക് സമയം 7 ട്രിപ്പും 336 രൂപയും പിന്നെ ഇൻസെൻറ്റീവായിട്ട് 215 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. അങ്ങനെ നമ്മൾ 10ാമത്തെ ഓർഡർ എടുക്കാൻ റമീസിലാണ് വന്നത് കേട്ടോ. അങ്ങനെ 10ാമത്തെ ഓർഡർ എടുത്തിട്ടുണ്ട്. 12ാമത്തെ ഓർഡർ നമുക്ക് ചവറയിലേക്കാണ് അടിച്ചത് കേട്ടോ. ഇവിടുന്ന് വെള്ളയേട്ടമ്പലം രാമൻകുളങ്ങരയിൽ നിന്ന് അങ്ങ് ചവറയിലേക്കാണ് അടിച്ചത്. പിന്നെ ലോങ് ട്രിപ്പാണ്. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കട്ടെ. എന്തായാലും പിന്നെ നമുക്ക് അങ്ങോട്ട് കിട്ടിയത് എന്തായാലും കാര്യം നമുക്ക് CNG അടിക്കണം. 13 കിലോമീറ്റർ കേട്ടോ. 13 കിലോമീറ്റർ നമുക്ക് CNG എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. 3 വട്ടം ഉണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് അങ്ങോട്ട് പോകുന്നതല്ലേ, അപ്പോഴേ അടിച്ചേക്കാം. അങ്ങനെ നമ്മൾ ചവറയിലെത്തി. ചവറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ KMML ഉണ്ടല്ലോ, ടൈറ്റാനിയം, അതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. അത്രത്തോളം വന്നു. ഇവിടെ വന്നപ്പോൾ അവർ ഫോണ് അറ്റൻഡ് ചെയ്യുന്നില്ല, കട്ടാകുന്നു. അങ്ങനെ ഡെലിവറി ചെയ്ത് നമ്മൾ 13 കിലോമീറ്റർ എത്ര കിട്ടിയെന്ന് നോക്കാം. എത്രയാണ്? 100, 130, 140, 150 എത്രയാണ്? ആഹാ, റേഞ്ച് ഇല്ല, കാണിക്കുന്നു. ഒന്നും കിട്ടിയില്ല. റേഞ്ച് കുറവാണ് കേട്ടോ അവിടെ. ഞാൻ സ്ക്രീൻഷോട്ട് ഇടാം അത്ര കിട്ടിയത്. അതിൻ്റെ പൈസ കയറിയില്ല കേട്ടോ. ട്രിപ്പ് പേ അണ്ടർ പ്രോസസ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ആഹാ, അടിപൊളി. ഇതെപ്പോൾ കയറുമെന്ത് കണ്ടോ. 12ാമത്തെ ഓർഡർ പ്രോസസ് എന്നാണ് കാണിക്കുന്നത്. നന്നായി. സൊമാറ്റോ മൊത്തം അടിച്ചു പോയെന്ന് തോന്നുന്നു കേട്ടോ. ഓർഡറിൽ ഏണിങ്സ് ഒന്നും കാണിക്കുന്നില്ല. എന്തുപറ്റി? എന്താ സൊമാറ്റോ അടിച്ചു പോയേ. ഇത് എങ്ങോട്ടാണ് അടിച്ചത്? എത്ര ദൂരമുള്ള ഓർഡറാണ്? എത്ര രൂപയുടെ ഓർഡറാണെന്നൊന്നും അറിയാൻ വയ്യല്ലേ. ഫ്രണ്ട്സ്, സമയം ഇപ്പം 8:39. നമ്മൾ 182 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആപ്ലിക്കേഷൻ ഉണ്ടല്ലേ ആകെ ചത്ത്. ഫേസിങ് ഓഫ് ടെക്നിക്കൽ ഇഷ്യൂ. എത്ര ഓർഡർ ഓടിയെന്നോ എത്ര രൂപ കിട്ടിയെന്നോ. ഇവിടെ നമുക്ക് 20 ഓർഡർ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ഓർഡറൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് 20 കാണിക്കുന്നത്. ഒന്നും അറിയാൻ വയ്യ ചേട്ടാ. 2 ഓർഡർ കണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു. അന്നേരം ഈ 18 ഓർഡർ ആയിരുന്നു. എത്ര രൂപ കിട്ടിയെന്നോ ഒരു പിടുത്തവും ഇല്ല. ഇതിപ്പോൾ എന്താ ചെയ്യും? ഇതെപ്പോഴറിയും? നമുക്ക് കിട്ടുമോ? ഓർഡർ അടിക്കുന്നു, കൊണ്ടു കൊടുക്കുന്നത്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ അലുക്കുളുതായ സൊമാറ്റോയുടെ ആപ്പ് ഇതുവരെ ശരിയായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. ഓക്കെ, നമ്മളിപ്പം 10 മണി വരെ ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളായിരുന്നു. 10 മണി കഴിഞ്ഞു.
ഇപ്പം ഗോഹോം കൊടുത്ത് ഇപ്പം ഫ്രീ കിക്കാണ് കേട്ടോ, 10 to 11 ഫ്രീ കിക്കാണ്. അപ്പോൾ ഞാൻ ഗോഹോം കൊടുത്തിട്ടുണ്ട്. കൊട്ടിയത്തോട്ട് അങ്ങനെ കിട്ടിയാൽ പോകാമെന്ന് വെച്ച്. ഇപ്പോൾ നമ്മൾ ടോട്ടൽ 226 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇനി വീട്ടിലേക്ക് ഏകദേശം വീട്ടിൽ എത്തിയിട്ട് കാണിക്കാം. ഏകദേശം 250 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടും. 3 കട്ട ബാക്കിയുണ്ട്. വീട്ടിലെത്തപ്പോൾ ഒരു കട്ട കുറയും, CNG 2 കട്ടയാവും. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ എത്തി. CNG 2 കട്ടയുണ്ട്. 278 കിലോമീറ്റർ ഓടി കേട്ടോ. പിന്നെ നമ്മളൊരു 3 ട്രിപ്പും കൂടെ എടുത്തായിരുന്നു. ഒരു നീണ്ടകരയിലൊക്കെ പോയി. ഏകദേശം 12-13 കിലോമീറ്റർ ദൂരമുള്ളൂ പിന്നെ അങ്ങോട്ട്. അപ്പോൾ ഇന്ന് എത്ര രൂപ കിട്ടിയെന്ന് ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല കേട്ടോ. അത് സ്ക്രീൻഷോട്ട് ഇടാം. ഓക്കെ, വീട്ടിൽ 12:41.